സഹൃദയരെ, ഈ കഥ നടക്കുന്നത് അങ്ങ് ദൂരെ പാശ്ചാത്യ സംസ്കാരത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന അമേരിക്കയിലോ ആസ്ട്രേലിയയിലോ അല്ല. നാഗരികതയുടെ എല്ലാ ചടുലഭാവവും ആവാഹിച്ചു നിൽക്കുന്ന നമ്മുടെ രാജ്യ തലസ്ഥാനത്തുമല്ല. ടെക്കികളുടെ ലോകവും ഫാഷൻ ലോകവും ആഘോഷിച്ച് നിവർക്കുന്ന ബാംഗ്ലൂർ, ബോംബെ നഗരങ്ങളിലുമല്ല. പിന്നെയോ സംസ്കാരത്തിന്റെ നെറുകയിലെന്ന് നമ്മൾ അവകാശപ്പെടുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അക്ഷര നഗരിയും ആരോഗ്യ നഗരിയും ഒക്കെ ചേരുന്ന ഈ മധ്യ തിരുവിതാംകൂറിൽ എന്റെ കഥയുടെ പേരാണ് പ്രാണസഖി. ആ നീല കണ്ണുള്ള ഇടതൂർന്ന മുടികളുള്ള പാറിപ്പറന്ന് നടക്കുന്ന പെൺകുട്ടി, അതായിരുന്നു അവളെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷൻ. ന്യൂജൻ ഭാഷയിൽ പറഞ്ഞ ബയോ. ആരും ഒന്ന് നോക്കിപ്പോകും അവളുടെ ആ പ്രസരിപ്പും ചടുലതയും. ചിത്രശലഭത്തിനൊത്ത പോലെ അവൾ പാറിപ്പറന്നു വിദ്യാലയമാകവേ. ചിത്രശലഭത്തിനൊത്ത പോലെ അവൾ പാറിപ്പറന്നു വിദ്യാലയമാകവേ. വ്യത്യസ്തയാണവൾ, ആകൃഷ്ടയാണവൾ, ആരും കൊതിക്കുന്ന വേടവാൻ പോലവേ. വ്യത്യസ്തയാണവൾ, ആകൃഷ്ടയാണവൾ, ആരും കൊതിക്കുന്ന വേടവാൻ പോലവേ. ചിത്രശലഭത്തിനൊത്ത പോലെ അവൾ പാറിപ്പറന്നു വിദ്യാലയമാകവേ. കൂട്ടുകൂടാൻ ആളുകൾ ക്യൂവിലാണത്രേ. അവളുടെ ബെസ്റ്റി ആയിരിക്കാൻ ആരും ഒന്ന് ആഗ്രഹിച്ചു പോകും. ചിത്രശലഭത്തിനൊത്ത പോലെ അവൾ പാറിപ്പറന്നു വിദ്യാലയമാകവേ. ചിത്രശലഭത്തിനൊത്ത പോലെ അവൾ പാറിപ്പറന്നു വിദ്യാലയമാകവേ. വ്യത്യസ്തയാണവൾ, ആകൃഷ്ടയാണവൾ, ആരും കൊതിക്കുന്ന പേടവാൻ പോലവേ. വ്യത്യസ്തയാണവൾ, ആകൃഷ്ടയാണവൾ, ആരും കൊതിക്കുന്ന പേടവാൻ പോലവേ. അവളൊരു നാടൻ പെണ്ണായിരുന്നു. നാട്ടിൻപുറത്തിന്റെ നിഷ്കളങ്കതയും നേരും ഒക്കെ ഒറ്റ നോട്ടത്തിൽ തന്നെ അവളിൽ ആർക്കും കാണാം. വേനലും മഞ്ഞും മഴയുമായി കാലം പതുക്കെ കടന്നു പോയി. 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 ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഫ്രണ്ട്സ് ആയിരുന്നവരൊക്കെ തേർഡ് ഇയർ ആയപ്പോഴേക്കും അല്പം കൂടെ അടുക്കാൻ തുടങ്ങി. അവരില്ലെങ്കിൽ അന്ന് ക്ലാസ്സിൽ എന്തോ ഒരു നിശബ്ദത പോലെ. അങ്ങനത്തെ ഒരു ദിവസം, അതായത് അവളുടെ ബെസ്റ്റി ആബ്സെന്റ് ആയ ഒരു ദിവസം, എടാ നീ എന്താ ഇന്ന് ക്ലാസ്സിൽ വരാഞ്ഞത്? അവളൊരു വാട്സപ്പ് മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കേണ്ട താമസം റിപ്ലൈ വന്നു. എനിക്കൊരു ആക്സിഡന്റ്, കാലൊന്നൊടിഞ്ഞു, ഹോസ്റ്റലിൽ കിടപ്പാണ്. അതിപ്പോ ഞാനറിഞ്ഞില്ലല്ലോ. അവളുടെ ബെസ്റ്റിയുടെ വേദന അവളുടെ വേദനയായി അവൾക്ക് അനുഭവപ്പെട്ടു. വേഗം ഒരു വീഡിയോ കോൾ ചെയ്തു. കോൾ എടുക്കാൻ അല്പം ഒന്ന് വൈകി, എങ്കിലും അറ്റൻഡ് ആയി. നോക്കിയപ്പോ അവന്റെ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള കുറച്ച് ഫ്രണ്ട്സും കൂടെ ഉണ്ട്. എടി, ഇതേ ഇവന്റെ കാലൊടിഞ്ഞു, ഞങ്ങളവനെ കാണാൻ വന്നതാണ്, നീ വരുന്നില്ലേ? അത് പിന്നെ അവളൊന്ന് പരിങ്ങി. അപ്പോൾ അവരെ ബെസ്റ്റിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ ഉള്ളിലും ആ ഒരു ചോദ്യമുണ്ട്. എന്നാലും അവനെ കാണാൻ ഞാൻ പോകണമല്ലോ, അവനെന്റെ ചെങ്ങാതിയല്ലേ, ബെസ്റ്റി. അടുക്കുന്തോറുമേറിയിടുന്നു സ്നേഹത്തിനുദാത്ത പ്രഭയാൽ സുന്ദര സൗഹൃദ മുഹൂർത്തങ്ങൾ. അടുക്കുന്തോറുമേറിയിടുന്നു സ്നേഹത്തിനുദാത്ത പ്രഭയാൽ സുന്ദര സൗഹൃദ മുഹൂർത്തങ്ങൾ. അതെ, സൗഹൃദത്തിന് വില കൊടുക്കുന്നവർക്ക്
അങ്ങനെയാണ്. കൊടുക്കുന്തോറുമേറിയിടുന്നു സ്നേഹത്തിനുദാത്ത പ്രഭയാൽ സുന്ദര സൗഹൃദ മുഹൂർത്തങ്ങൾ, സുന്ദര സൗഹൃദ മുഹൂർത്തങ്ങൾ. എന്നാൽ അതൊരു ചതിയായിരുന്നു. സഹൃദയരെ, നമ്മുടെ നായിക ചെന്നുപെട്ടത് ഒരു ചതിക്കൂട്ടിലായിരുന്നു. അവൾ ചെന്നതും അവർ അവൾക്ക് രാസലഹരി കലർന്ന ജ്യൂസ് കുടിക്കാൻ കൊടുത്തതും അടുത്ത 4-5 മണിക്കൂർ അവളുടെ മാനം അവർ നശിപ്പിച്ചതും എല്ലാം മനസ്സിലാക്കാൻ അവൾക്ക് 3 ദിവസം വേണ്ടി വന്നു. എല്ലാം നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കി അവൾ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. സൗഹൃദം ഒരു നിധി പോലെ കാത്തു സൂക്ഷിച്ച അവൾക്ക് അതൊരു ഹാർട്ട് ബ്രേക്ക് തന്നെയായിരുന്നു. ഹോസ്റ്റൽ മുറിയിൽ ഒറ്റയ്ക്കിരുന്നവൾ അലറിക്കരഞ്ഞു. ഈ തെറ്റ് തിരുത്താനാവുന്നതല്ല എന്നവൾ തന്നോട് തന്നെ പറഞ്ഞു. വേണ്ട, ഇങ്ങനെ ഒരു ജീവിതം ഇനി വേണ്ട, അവസാനിപ്പിച്ചേക്കാം. ആത്മഹത്യ അത് തന്നെ മാർഗം. അവസാനമായി തനിക്ക് പ്രിയപ്പെട്ട അച്ഛന്റെയും അമ്മയുടെയും മുഖം, ചിരിക്കുന്ന മുഖം ഒന്ന് കാണണം. നെഞ്ചു കലങ്ങി കരഞ്ഞു, നെഞ്ചു കലങ്ങി കരഞ്ഞു, അമ്മ തൻ ചൂടും അച്ഛന്റെ വാക്കും ഒരു വേള കൂടെ. നെഞ്ചു കലങ്ങി കരഞ്ഞു, അമ്മ തൻ ചൂടും അച്ഛന്റെ വാക്കും ഒരു വേള കൂടെ. നെഞ്ചു കലങ്ങി കരഞ്ഞു. ഓടിച്ചെന്ന പേഴ്സ് എടുത്തു ഫോട്ടോ തപ്പുകയാണ്. ആദ്യം കയ്യിൽ വന്നത് പേപ്പർ. വേഗം ചുട്ടിക്കുട്ടി ജനലിന്റെ പുറത്തേക്ക് എറിഞ്ഞു. അതാ ജനലിന്റെ കമ്പിയിൽ തട്ടി ആ പേപ്പർ അവളുടെ മുഖത്തേക്ക് തന്നെ. ദേഷ്യം വന്ന് ഒരു തവണ കൂടി എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. വീണ്ടും അത് തന്നെ. ഇതെന്താ? അവൾ യാന്ത്രികമായി ആ പേപ്പർ തുറന്നു. ആദ്യം വായിച്ചത് നിങ്ങൾക്ക് സമാധാനം. ഇതൊന്നും വായിക്കാനുള്ള സമയം ഇതല്ല. വലിച്ചു കയറാൻ തുടങ്ങിയപ്പോൾ അടുത്ത പേജിലെ ഹെഡിങ് അവിടെ ഒരു ആന്തരം ഒഴിവാക്കി. ആത്മഹത്യ ചെയ്യരുതേ. ആരോ അവളോട് ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുന്ന പോലെ തോന്നി. ഇതിപ്പോ ഞാൻ വായിച്ചതാണോ, അതോ ഇങ്ങനെ ഒരു ശബ്ദം ഞാൻ കേട്ടോ? ഇതിലെന്തോ ഉണ്ടല്ലോ. ആരോ തനിക്ക് എഴുതിയ ഒരു ലെറ്റർ പോലെ. ആ എഴുത്തുകൾ അവളെ സ്വാധീനിക്കാൻ തുടങ്ങി. സഹൃദയരെ, അവൾ ആ പേപ്പർ വായിച്ചു തീർന്നപ്പോഴേക്കും അവളുടെ മനസ്സിൽ വലിയൊരു തിരമാല വന്നടിച്ച് തിരിച്ചു പോകുമ്പോഴുള്ള ഒരു ശാന്തത അനുഭവപ്പെട്ടു. ഇതിൽ ഒരു പുസ്തകത്തെ പറ്റി പറഞ്ഞിരുന്നല്ലോ. അതെ, താനത് കണ്ടിട്ടുണ്ട്. തന്റെ റൂംമേറ്റിന്റെ ടേബിളിൽ ഒരു നീല പുറംചട്ടയുള്ള പുസ്തകം, പുതിയ നിയമം. ഓടിച്ചെന്ന് അവൾ ആ ടേബിളിൽ നിന്ന് ആ പുസ്തകം എടുത്തു. ആർത്തിയോടെ അത് വായിക്കുവാൻ തുടങ്ങി. അതിലവൾ മനുഷ്യനെ പോലെ ലോകത്തിൽ ഇറങ്ങി വന്ന യേശു എന്ന ദൈവത്തെ കണ്ടു. പാപികളെ സ്നേഹിക്കുന്ന യേശു, രോഗികളെ സൗഖ്യമാക്കുന്ന യേശു, തകർന്നു പോയവരെ ചേർത്ത് നിർത്തുന്ന യേശു, ഒരിക്കൽ തെറ്റ് ചെയ്തവരെ ചേർത്ത് നിർത്തി അവരോട് ക്ഷമിക്കുന്ന യേശു, മരിച്ചവരെ ഉയർപ്പിക്കുന്ന യേശു. അതിലെ ഓരോ സംഭവങ്ങളും അവളെ യേശുവിലേക്ക് അടുപ്പിച്ചു. അക്ഷരങ്ങൾക്കിടയിൽ നിന്ന് ഒരാൾ അവളോട് സംസാരിക്കുന്ന പോലെ അവൾക്ക് തോന്നി. നീ തകർന്നവളാണോ മകളെ, നീ തകർന്നവനാണോ മകനെ, ഞാൻ നിൻ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ യേശു നായകൻ. നീ തകർന്നവളാണോ മകളെ, നീ തകർന്നവനാണോ മകനെ, ഞാൻ നിൻ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ യേശു നായകൻ. ഓ യേശു നായകൻ. ഒടുവിലതാ പച്ച പൈൻ മരക്കുരിശുമായി നടന്നു നീങ്ങുന്ന യേശു. ഒരു തെറ്റ് ചെയ്യാത്ത യേശുവിനെ അടിച്ച് മുറിവേൽപ്പിച്ച് മുൾക്കിരീടവും അണിയിച്ച്
അവർ കൊണ്ടുപോകുന്നു. ഇത് എനിക്ക് വേണ്ടിയല്ലേ? വീണ്ടും എഴുന്നേറ്റും കുരിശുമായി നടന്നു നീങ്ങുന്ന യേശു എന്നെ നോക്കി ഒരു നോട്ടമുണ്ട്. ആ നോട്ടത്തിൽ അവൾ തകർന്നുപോയി. എന്നെ ഇത്രയും സ്നേഹിച്ച ഒരാളോ? അവരിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളി രക്തവും എനിക്ക് വേണ്ടി എന്നവൾ സ്വയം മന്ത്രിച്ചു. യേശുവിന്റെ അമ്മയും ശുശ്രൂഷക്കാരും എല്ലാം കൂടെ ഉണ്ടല്ലോ. അവരെല്ലാം കരഞ്ഞു തളർന്നിരിക്കുന്നു. ജീവൻ പോലും നമ്മൾ കൈവെടിഞ്ഞതാണോ തെറ്റ്? ജീവൻ പോലും നമ്മൾ കൈവെടിഞ്ഞതാണോ തെറ്റ്? ദൈവഹിതമാണോ നിന്റെ പീഠാസഹനമെങ്കിലും? നൊന്തു പെറ്റ സ്നേഹം എങ്ങിനെല്ലാം താകിടും. ലോകത്തിൽ വേറൊരാൾക്കും ഇതുവരല്ലേ. അമ്മയുടെ വേദന നോക്കി. എന്റെ മകനെ എന്തിനായി നീ ക്രൂശിലേറി? പാപിയെ നോക്കി നിൽക്കാൻ പോലും ത്രാണിയില്ലേ? കൂടെ നിൽക്കാൻ പോലും ശുദ്ധിയില്ലേ? എന്റെ മകനെ എന്തിനായി നീ ക്രൂശിലേറി? പാപിയെ നോക്കി നിൽക്കാൻ പോലും ത്രാണിയില്ലേ? കൂടെ നിൽക്കാൻ പോലും ശുദ്ധിയില്ലേ? അതിനും യേശു എന്നെയാണ് നോക്കിയത്. ഇതൊക്കെയും എനിക്കായിട്ടെന്നവൻ എന്നോട് പറയുന്ന പോലെ. വാതിൽക്കൽ വന്നിങ്ങു മുട്ടിയിടുന്ന ആശ്വാസമരുളാൻ വന്നിടുന്ന. വാതിൽക്കൽ വന്നിങ്ങു മുട്ടിയിടുന്ന ആശ്വാസമരുളാൻ വന്നിടുന്ന ഒരു പിതാവിന്റെ ഇമ്പസ്വരം നീ എന്തോ ശ്രവിച്ചിടുമോ? അരുമ പിതാവിന്റെ ഇമ്പസ്വരം നീ എന്തോ ശ്രവിച്ചിടുമോ? അതെ, അവൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ തുടയ്ക്കാൻ തുടങ്ങി. അറിയാതെ ചെയ്തതും അറിഞ്ഞു ചെയ്തതും ഒക്കെ ക്ഷമിച്ച് ചേർത്ത് നിർത്താൻ എനിക്കൊരാളുണ്ട്. ഏത് പ്രതിസന്ധിയിലും എന്നെ കൈവിടാത്ത ഒരു യേശു. അവനെന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. അവന്റെ ചോരകൾ ഒടുവിലതാ അവർ അവനെ ക്രൂശിച്ചു. അവനീശസുതൻ പരമോന്നതനാ, അവനീശ്വരരിൽ ബഹുവന്ദിതനാ, അവനീശസുതൻ മഹിമോന്നതനാ, അവനീശ്വരരിൽ ബഹുവന്ദിതനാ. കുരിശും നിജത്തോളിലെടുത്തൊരുവൻ ഇരിമേൽ കരേറി പോകുന്ന കാഴ്ച കാണി. അതെന്തിനു വേണ്ടിയിട്ടാ? പാപ
പാപരോഗമേറ്റവനെ ശാപമായി തീർന്നവനെ പാപരോഗമേറ്റവനെ ശാപമായി തീർന്നവനെ എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ജീവനെ എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ജീവനെ തന്നത്. ഞാനെന്തിന് എന്നെ നശിപ്പിക്കണം? എന്നെ സ്നേഹിക്കാൻ യേശുവില്ലേ? എന്നെ നന്നായി അറിയുന്ന, എന്റെ പാപം ക്ഷമിക്കുന്ന, എന്റെ രോഗം മാറ്റുന്ന, എന്നെ സ്നേഹിക്കുന്ന യേശു. പ്രിയൻ, ഒരു പക്ഷേ ആ ഒരു പേപ്പർ അവളുടെ കയ്യിൽ കിട്ടിയില്ലായിരുന്നെങ്കിൽ അവൾ ഇന്ന് ഈ ലോകത്തുണ്ടാകുമായിരുന്നില്ല. ഏതോ ബസ് യാത്രയിൽ ആരും അവൾക്ക് കൊടുത്ത ട്രാക്റ്റാണത്. സഹൃദയരെ, ഇതൊരു പെൺകുട്ടിയുടെ മാത്രം കഥയല്ല, ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിച്ച സംഭവമാണ്. നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും പ്രയാസങ്ങളിലോ ബുദ്ധിമുട്ടുകളിലോ തകർന്നു നിൽക്കുകയാണ്, യേശു നിങ്ങളെ വിളിക്കുന്നു. അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. യേശു ഒരിക്കലായിട്ട് കഷ്ടം അനുഭവിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം യേശു. ആ യേശുവിനെ നേടുക. യേശു വിളിക്കുന്നു